നീ ഇതുവരെ ഒരു കാര്യം എന്നോട് മറച്ചു വെച്ചിട്ടില്ല. ഇപ്പോ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോ നീ എന്നെ അറിയിച്ചില്ല. മോളുടെ കല്യാണക്കാര്യത്തെ കുറിച്ചാ ഡാഡി പറഞ്ഞു വരുന്നത്. കല്യാണോ? അതെ. എന്നോർത്ത് നിന്റെ ഇഷ്ടം നോക്കാതെ ഏതെങ്കിലും കാട്ടുമാക്കാനെ നിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഡാഡിയല്ല ഈ ഡാഡി. കറക്റ്റ്. മോള് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഈ ഡാഡി നടത്തിത്തരും എന്ന് കരുതി പഠിത്തത്തിൽ ഉഴപ്പരുത്. ഓക്കെ? സന്തോഷായില്ലേ? ഇതിന്റെ എല്ലാം സൂത്രധാരൻ ആരാ? ഞാനാ. എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ലേ? കുട്ടിയും ഹരീഷിനും തമ്മിൽ റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുന്ന ഡാഡി കണ്ടു. ഞാൻ കാണിച്ചു കൊടുത്തു. ഡാഡിക്ക് ഹരീഷിനെ ബോധിച്ചു. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. ഈ പരമാനന്ദം നടത്തും. ഇനിയും വെച്ച് താമസിപ്പിക്കണോ? എന്തോന്ന്? മകളുടെ ഇഷ്ടം സാർ അംഗീകരിച്ച സ്ഥിതിക്ക് ഈ വിവാഹം പെട്ടെന്ന് നടത്തിക്കൂടെ? അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ കല്യാണം? മതി. അതിനു മുമ്പ് ഒരു ലേണിംഗ് ലൈസൻസ് കൊടുത്തൂടെ? നിശ്ചയം, വിവാഹ നിശ്ചയം പറഞ്ഞുറപ്പിച്ചാ പിന്നെ അവര് തമ്മിൽ മിണ്ടിയെന്നും പറഞ്ഞു എന്നും കരുതി ആരും ഒന്നും പറയില്ല. ഇല്ലെങ്കിൽ ലവ് ആണ്, ലൈനാണ്, ലപ്പാണ്, ഡിങ്കരിജാനാണെന്നൊക്കെ പറഞ്ഞ് നാറ്റ കേസാക്കും. അതെ അല്ല? അത് ശരിയാ. എങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് മോതിരമാറ്റ ചടങ്ങ് നടത്താം. ഈ വരുന്ന 18-ന് 10:40-ന് 43-ന് ഇടയ്ക്ക് ഒരു രഹസ്യ മുഹൂർത്തം ഉണ്ട്. 3 മിനിറ്റിൽ മുഹൂർത്തം. പിന്നെ 11-ൽ വ്യാഴം, 12 വെള്ളി, 13 ശനി, തുടർന്ന് രാഹു ലഗ്നത്തിൽ കയറും. 2.25 മിനിറ്റ് കൊണ്ട് തീരും. തനിക്കെന്താണോ ജോലിസ് അറിയാവോ? അറിയില്ല, അറിയുന്ന ആളെ കൊണ്ട് നോക്കിച്ചു. സാറിന്റെ സിൻസിയറിറ്റി ചോദ്യം ചെയ്ത് സങ്കടമുണ്ട് സാർ. ഓക്കെ പരമാനന്ദം, എങ്കിൽ താൻ ആ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് ഇപ്പൊ തന്നെ ഞാൻ ഉറപ്പിക്കാം. അവനോ ഇന്നൊരു മുതലാളി, ഞാനോ അരേര മുതലാളി. അവനോ ഇന്നൊരു മുതലാളി, ഞാനോ അരേര മുതലാളി. അല്ല, ആരായി വന്നിരിക്കുന്നത്? എത്ര കാലായിടോ കണ്ടിട്ട്. വരണം പ്ലീസ് കം. ഇതെന്റെ മകനാ, അറിയില്ലേ? അറിയോന്ന്? ഇത്തവണത്തെ എന്റെ അവാർഡ് തട്ടിയെടുത്ത മിടുക്കനല്ലേ? അവാർഡ് ഫംഗ്ഷന്റെ ഫോട്ടോ കണ്ടപ്പോഴാ അച്ഛൻ നിങ്ങൾ തമ്മിലുള്ള ഫ്ലാഷ് ബാക്കുകൾ പറഞ്ഞത്. അതൊക്കെ ഒരു കാലം അല്ലേടോ. ഇനി തന്റെ അനുഗ്രഹം വാങ്ങിക്കാതെ ഇവൻ ബിസിനസ് ചെയ്താൽ നന്നാവൂല എന്ന് ഞാൻ പറഞ്ഞു. അനുഗ്രഹം മേടിക്കാനാ ഞാൻ വന്നത്. എന്താ ഇത്? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വാ ഇരിക്കടോ. ഹലോ. ഹലോ. എന്റെ മോള് ഗംഗ. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയാം. മോള് പോയി നല്ല ചായ ഉണ്ടായിക്കൊണ്ടുവാ. നിന്റെ കൈപ്പുണ്യം ഇവരൊന്നും അറിയട്ടെ. സത്യം പറഞ്ഞ തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്റെ മാനേജർ പരമാനത്തെ ഇപ്പൊ അങ്ങോട്ട് അയച്ചതേ ഉള്ളൂ. എടോ പ്രസാദേ, ഇവനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കങ്ങ് ഇഷ്ടായി. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഇവനെ പോലെ എന്റർപ്രൈസിംഗ് ആയിട്ട് എത്ര പേരുണ്ടാവും? ഇവനെ എനിക്ക് തന്നുകൂടെ? എന്ന് വെച്ചാൽ എന്റെ മോളും ഇവനും തമ്മിൽ പരിചയമാണെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ആ പരിചയം നമുക്കങ്ങ് കെട്ടി ഉറപ്പിച്ചാലോ? എനിക്ക് 100 വട്ടം സമ്മതം. ഇവന് 101 വട്ടം സമ്മതം. എടോ പ്രസാദേ, ഇപ്പോഴും സ്മോൾ അടിയൊക്കെ ഉണ്ടോടോ? മോളെ, നിന്റെ കാര്യ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നത്. നിന്നെ എത്രയും വേഗം കെട്ടിക്കാനാണ് ഞങ്ങളുടെ പരിപാടി. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഈ വരുന്ന 18-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. 18-ാം തീയതിയോ? അതെ, 18-ാം തീയതി തന്നെ നമുക്ക് നിശ്ചയം നടത്തണം. തുടർന്നുള്ള മുഹൂർത്തത്തിൽ എന്റെ മകനും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടത്താം. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുക. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾക്ക് കൊടുത്ത കാശ് തിരിച്ചിട്ടാനുള്ള യോഗം ഉണ്ടേ. അതെ, അതെല്ലാം തലയ്ക്ക് മേളിലിരിക്കുന്നവർക്ക് വിചാരിക്കണം. ഈശ്വര, ചെറുത്താൻ എവിടെ നോക്കിയാലും. അല്ല, പെണ്ണിന്റെ അച്ഛനോ ഒന്നും കാണാതെ സംസാരിക്കാതെ? എന്തിന്? അവരൊക്കെ വലിയ വലിയ ആളുകളാ. ഒന്നിന് സമയമില്ല. തിരക്ക്. ഒന്ന് അതിനും സമയമില്ല. ഇപ്പൊ തന്നെ ഇക്കണ്ട സ്ഥാപനങ്ങളുടെ എല്ലാം ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ എന്നെ തന്നെയാണ് ഈ കല്യാണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരെന്നാലും ഇല്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വിട്ടു നോക്കും. ഞാൻ ഏറ്റു. ഞാനില്ലേ? എല്ലാം പറഞ്ഞതുപോലെ. അതെ, വരുന്ന 18-ാം തീയതി വിവാഹ നിശ്ചയം. അങ്ങനെ നിന്റെ വൈവാഹിക നിശ്ചയമായി. എന്റെ നിശ്ചയം എന്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എടോ, ഇന്നേ ഇവന്റെ വൈവാഹിക നിശ്ചയോ, അല്ലാതെ തന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല. പോടോ. വാടോ. എടോ,
താങ്കൾ ഇന്നൊരു കോടീശ്വരനാവാൻ പോവുകയാണ്. ഈ മോതിരം മാറലിലൂടെ താങ്കളുടെ സ്വഭാവവും മാറരുത്. മക്കളോ നിക്കടാ, ഒന്ന് എണ്ണം എടുത്തോട്ടെ. 1 2 3 4 5 ഒരെണ്ണം തേടി അപ്പുറത്തെങ്ങാനും കാണും. ആ ഉള്ളതിനെ കൊണ്ട് പോകാം. സുന്ദരനായിരിക്കുന്നു. വാ വാ വാ. മോതിരം എടുത്തല്ലേ? വാ. അച്ഛന്റെ തോളയിലേക്ക് ഉപ്പും ചാക്ക് പോലെ നിക്കോ. മുമ്പിൽ വാ, ചിലപ്പോ ഫോട്ടോ എടുക്കും. വീഡിയോ പിടിക്കും. വലത് കാലെടുത്ത് എവിടെ പോണി തള്ള ഓടി തട്ടി വീഴല്ലേ? നാശമാകും തീപ്പൊരി പതുക്കെ സംസാരിക്കൂ. ഈ തള്ള കയറൂരി വിട്ടിരിക്കുകയാണോ? ഇവരെന്താ ഇങ്ങനെ? എല്ലാരും എവിടെങ്കിലും ഒക്കെ നിൽക്കൂ, ഞാൻ പോയി സൈഡിയെ കണ്ടിട്ട് വരാം. സ്വാമി പാദം. എവിടെ വെച്ച് കണ്ട നല്ല പരിചയമുണ്ട്. ആ നല്ല പരിചയമുണ്ട്. ഞാൻ ഇവരോടല്ല നിങ്ങളോടാ ചോദിച്ചത്, പക്ഷെ ഇവരന്ന് തെറ്റിദ്ധരിച്ചു. എങ്ങനെ എന്റെ വിലയും കാര്യങ്ങളൊക്കെ? ആവശ്യത്തിന് കഴിച്ചോളൂ, ഫ്രീയാ. അയ്യോ ഇത് കാലിക്കുപ്പിയാ. മൂടി അയക്കടാ. മൊരിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. മോളെ അവരവിടുന്ന് ചെറുക്കന് കൂട്ടിലെത്തി. ഞാൻ കണ്ടു. കണ്ടോ? ഉവ്വ. കണ്ടല്ലേ? എപ്പ കണ്ടു? എന്തിനാ കുട്ടികളെ അകന്ന് നിൽക്കുന്നത്? നിങ്ങൾ അടുത്ത് നിൽക്കേണ്ടവരല്ലേ? ഓ മേഡ് ഫോർ ഈച്ച് അതർ. കോട്ടും ചൂട്ടിനേക്കാൾ നല്ല മുണ്ട് ഷർട്ടാ. അതാകുമ്പോ അഴിച്ചു കൊടുക്കുകയും ചെയ്യാം, മടക്കി കുത്തുകയും ചെയ്യാല്ല. അയ്യോ കൈ മാറിപ്പോയാ. അത് സ്വാമി. മണവാളന്റെ കസേര ഒഴിഞ്ഞെടുക്കാണല്ലോ. കക്ഷി എവിടെ? ഞാനവനെ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. ഇത് മണവാളച്ചെറുക്കന്റെ അച്ഛനാണ്. ഹലോ. ജി.വി. പ്രസാദ്. ഹലോ. അവനവിടെ കൂട്ടുകാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ആ എന്നാ നിങ്ങൾ സംസാരിച്ചു നോക്ക്. ഞാൻ തന്നെ കക്ഷിയെ വിളിച്ച കസേരയിൽ ഇരുത്തിക്കോളാം. ഹലോ. ഹലോ, മണവാളന്റെ ആളാണോ? അതെ, മുംബൈയിൽ നിന്ന് ഞാനും മണവാളൻ ഒന്നിച്ചാ വന്നത്. എന്തേ? മണവാളനെ കസേര കൊണ്ടിരുത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? സേഠ്ജി പറഞ്ഞു. സേഠ്ജി പറഞ്ഞു? ആ കസേരല്ല. അതെ. ഇവൻ ഇത്രയും വലിയ ആളായ? സൂര്യമണ്ഡലം ഉയർന്നിരിക്കുക. ഒരു മിനിറ്റ്. ഇയാളാണോ മണവാളൻ? അയ്യേ. എന്തേ അല്ല, അങ്ങോട്ട് ഇരിക്കാന്ന് പറയായിരുന്നു. ഹലോ, കളക്ടർ വന്നു, അങ്ങോട്ട് ഇരുത്തിക്കോ. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. നീയാ? ഇത് കളക്ടർ സോമസുന്ദരം. Take it easy. ഇതാണ് മണവാളൻ. ഞാൻ സേഡ്ജി തമ്മിൽ വർഷങ്ങളുടെ പരിചയ. ബൈ ദ വൈ, എന്ത് ചെയ്യുന്നു? ഇമ്മോറൽ ട്രാഫിക്കാന്റെ വീഡിയോ പരസ്യത്തിന്റെ. താങ്ക് യു. അതെ, മണവാളൻ എന്ന് പുള്ളിയുടെ പേരാ. ഇതാണ് പയ്യൻ. ഇതാണ്. നമസ്കാരം. ഞാനും അതാ വിചാരിച്ചത്, ഈ സേഡ്ജിക്ക് എന്ത് പറ്റിന്ന്. ഞാൻ ഈ കളക്ടർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഈ സാധനത്തെ ആദ്യമായിട്ടാ നേരെ കാണുന്നത്. ഇതിപ്പം തൊട്ടാ സാധാരണ ഒരു വയറൻ, അല്ലാതെ പോകാനാ പറഞ്ഞത്. വിവരം ഇല്ല, ഉയരോ ഇല്ല. അവരുടെ വിചാരം കളക്ടർ എന്നല്ല വലിയൊരാളാണെന്നാ. മാഷു വാ ബൈ.